സലാം ബുദംസ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. മോൺസ്റ്റർ, ഒരു ഗംഭീര സിനിമ. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ஆனால் ആ സിനിമയല്ല, ഇത് വേറൊരു സിനിമയാണ്. അതായത് മോൺസ്റ്റർ എന്ന് പറയുന്ന നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ ഈ കഴിഞ്ഞ ദിവസം റിലീസായിട്ടുള്ളൊരു സിനിമയാണ്. ആ സിനിമയെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇതൊരു ത്രില്ലർ മൂവിയാണ്. നമ്മൾ ഒരുപാട് ത്രില്ലർ മൂവീസ് കാണാറുണ്ട്. ആ ഒരു ജോൺറയിൽ ഒരിക്കലും കാണാൻ സാധിക്കുന്ന ഒരു സിനിമയല്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ. ഫാമിലി ആയിട്ടെന്ന് പറയുമ്പോൾ വയസ്സായ ആൾക്കാരായാലും ശരി, കുട്ടികളായാലും ശരി, ഒരു സീന് കൊണ്ട് പോലും അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഷോട്ട് അതിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ സിനിമേൻ്റെ ഏറ്റവും ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഒരു ഡയലോഗ് പോലുമില്ല. ചില ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പേരുകൾ വിളിക്കുന്നു എന്നതല്ലാതെ ഒരു വിഷയം പോലും അവർ ഡയലോഗായിട്ട് അതിൽ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. റാക്കോ പ്രിജൻഡോ, അങ്ങനെയാണെന്ന് തോന്നുന്നു അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഈ ഒരു സിനിമയുടെ ഡയറക്ടറുടെ പേരാണ്. ഇതൊരു ഇന്തോനേഷ്യൻ മൂവിയാണ്. 2020 ദ ബോയ് ബിഹൈൻഡ് ദ ഡോർ എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീമേക്കായിട്ട് ഇന്തോനേഷ്യനിൽ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് മോൺസ്റ്റർ. ഇതിൻ്റെ ഒരു വൺ ലൈൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കുട്ടികൾ അബ്ഡക്റ്റ് ചെയ്യപ്പെടുന്നു. അതിൽ ഒരു കുട്ടീനെ മറ്റൊരു കുട്ടി രക്ഷപ്പെടുത്തുന്നു. സിംപ്ലി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സാധനം. പക്ഷേ ഇതൊരു മൊമെൻറ്റ് കഴിഞ്ഞാൽ, ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എയറിലായിരിക്കും. അതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകതയായിട്ട് ഞാൻ പറയുന്നത്. നമുക്ക് ഒരുപാട് ത്രില്ലർ സിനിമാസ് ഉണ്ട്. ഇപ്പം ഞാൻ പല വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള, എന്നെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഹൈ ടെൻഷൻ പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ ഡോൺ ബ്രീത്ത് പോലുള്ള സിനിമകൾ, സൈലൻസ് പോലുള്ള സിനിമകൾ. അത്തരം സിനിമകളാണ് എപ്പോഴും എനിക്ക് കാണാൻ ഇഷ്ടം. ആ ഒരു ലെവലിൽ ഒരിക്കലും ഇത് എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇത് എന്തുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മോന് 7 വയസ്സ് മാത്രമേ ഉള്ളൂ. അവന് ഇരുന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ് ഇത്. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ റിലീസായിട്ടുള്ള സിനിമ. അവന് ഇരുന്ന് കാണിച്ചു കൊടുത്തു, അവനത് എൻജോയ് ചെയ്തു. നല്ല പേടിയായിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ശബ്ദത്തിൽ, നിങ്ങൾക്ക് ഹോം തിയേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ, ഇല്ല ഒരു സാധാരണ LCD മോണിറ്റർ മാത്രമേ നിങ്ങൾക്കുള്ളൂ എങ്കിലും അത്യാവശ്യം നല്ല ശബ്ദത്തിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് ചെറിയ സ്നാക്സ് ഒക്കെ വെച്ച് കുട്ടികൾക്ക് ഉറക്കെ കരയാനുള്ള ഫ്രീഡം കൂടി കൊടുത്തിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു റിവ്യൂ ഒരാൾ പറയുന്നുണ്ടാവും. പക്ഷെ അത് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരും. കുട്ടികൾ ഇതിനൊക്കെ കരയുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ച് കരയുന്നൊരു കാര്യമല്ല കേട്ടോ. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സ്കെയർ ജംസ് നമുക്ക് അവിടെ കിട്ടും. ശബ്ദം കൊണ്ട് സ്കെയർ ജംസ് ഉണ്ടാക്കുന്നതല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത മൊമെൻറ്റിൽ ചില ട്വിസ്റ്റ് കിട്ടുമ്പം. ഈവൻ ഞാൻ ഈ സാധനം കണ്ടിട്ടുള്ളത് മൊബൈലിൽ രാത്രി ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് ഞാൻ നെറ്റ്ഫ്ലിക്സിൽ കാണുമായിരുന്നു. ചില മൊമെൻറ്റിൽ ഞെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ചിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ കണ്ട് എത്രത്തോളം ഈ സാധനം അവരെ എഫക്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ കാണണം. ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, അതായത് വേറൊരു സിനിമയിൽ നിന്ന് അതിൻ്റെ റീമേക്കായിട്ടാണ് ഇത് വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു സിനിമ ദ ബോയ് ബിഹൈൻഡ് ദ ഡോർ, അതും കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്. പക്ഷേ അതൊരു ഹോളിവുഡ് ലെവലിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു സിനിമ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്തോനേഷ്യൻ മൂവി എന്ന് പറയുമ്പോൾ നമ്മളോട് ഏറ്റവും അടുത്തിട്ടുള്ളൊരു സാധനവും, പിന്നെ ഡയലോഗുകളില്ലാത്ത ഒരു സിനിമ, പിന്നെ ആ കുട്ടികളുടെ എക്സ്പ്രഷൻസ്. ഏറ്റവും സിമ്പിളി ഞാൻ പറയാം, ഒരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കുട്ടിയെ കാണാതാവുന്നത്. അപ്പോൾ ആ കാണാതാവുന്നു എന്ന് പറയുന്ന സാധനം അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമിൻ്റെ ചെറിയൊരു മൊമെൻറ്റ് വെച്ചിട്ടാണ് നമ്മളെ മനസ്സിലായിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ ആ ഒരു സീൻ കാണുമ്പോൾ, അതായത് നമ്മളൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എൻ്റെ കൂടെ വന്ന് എൻ്റെ അനിയനെ കാണാനില്ലല്ലോ എന്ന് പറയുന്ന ഒരു ചെറിയ മൈക്രോ സെക്കൻഡ് ഷോട്ട്, അതിലാണ് ആ കുട്ടി ആ ഗെയിമിൽ നിന്ന് വിട്ടിട്ട് അനിയനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മലയാളത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറേ ഡയലോഗ്സ് അതിന് ആഡ് ചെയ്യേണ്ടി വരും. ഏതൊരു ഭാഷയിലെയും, മലയാളത്തിന് മോശമായിട്ട് പറയല്ല, ഏതൊരു ഭാഷയായാലും ശരി, ചില വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഡയലോഗ്സ്, അല്ലെങ്കിൽ പ്രേക്ഷകനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഡയലോഗ്സ് നമ്മൾ ആവശ്യപ്പെടും. ഇതിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഈ ചെറിയ കുട്ടികൾ, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുട്ടികളുടെ പ്രായം തന്നെ എനിക്ക് തോന്നുന്നു കഷ്ടിച്ചൊരു 10 വയസ്സ് അതിന് താഴെയായിരിക്കും. അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഒരു രക്ഷയില്ല. അത് അഭിനയിച്ച് പൊളിക്കാന്നൊക്കെ പറയില്ലേ, ആ റേഞ്ച് സാധനമാണ്. എനിക്ക് വലിയ 2-3 പേരാണെന്ന് അഭിനയിച്ചതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു റിവ്യൂ അടിക്കാൻ വരില്ല. പക്ഷേ ഈ 2 കുട്ടികൾ ഒരു രക്ഷയില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. ഇത് നെറ്റ്ഫ്ലിക്സിലാണ് ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ. വേറെ ഇപ്പോൾ ടെലഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഡൗൺലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾക്ക് കാണാം. പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ ഈ സാധനം ഇപ്പം റീസെൻ്റ്ലി ആഡ് ചെയ്തിട്ടുള്ളൂ. റീസെൻ്റ്ലി ആഡ് എന്ന് പറയുന്ന ഒരു ബാഡ്ജ് അതിന് കാണാൻ പറ്റും. ഞാൻ ചുമ്മാ വെറുതെ ഒരു താല്പര്യമില്ലാതെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ടൈറ്റിൽ ഗ്രാഫിക്സും കാര്യങ്ങളും കണ്ടപ്പം ചുമ്മാ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ചുമ്മാ കണ്ടതാണ്. പക്ഷേ ആദ്യത്തെ ഒരു 20 മിനിറ്റിന് ശേഷം ഞാനത് മാക്സിമം, അത് അവസാനം ക്രെഡിറ്റ് മുഴുവൻ പോകുമ്പോഴും ഇത് ആരൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് എന്നൊക്കെ എനിക്ക് തോന്നും. പിന്നെ ആദ്യമേ ഞാൻ പറയാം, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എന്താണെന്നറിയാം. ചില സീൻസിൽ നമ്മൾ കുറച്ച് മുതിർന്ന ആൾക്കാരായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പം
കുട്ടികളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വില്ലന്മാർ കുറച്ച് അനുവദിക്കുന്നതായിട്ട് ചില ഷോട്ട്സ് നമുക്ക് തോന്നാം. അതായത് ഓടിയിട്ട് എന്താ എത്താത്തത്, അല്ലെങ്കിൽ കുട്ടികളതെന്താ പിടിക്കാത്തത് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാം. അതൊക്കെ അതിൻ്റെ സെൻസിൽ വിടുകയാണെങ്കിൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാരണം നിങ്ങളിപ്പോൾ ഹാലോവിൻ പോലത്തുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഒറ്റയടിക്ക് ചിലപ്പോൾ ഈ മൈക്കിൾ മയേഴ്സ് ഒക്കെ മറിഞ്ഞു വീഴുന്ന സമയത്ത് ഒരു 4-5 അടി ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനവിടെ കൊല്ലാമെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇവരെന്താ ചെയ്യുക, ഒരടി അടിച്ചിട്ട് അതിനവിടെ കിടത്തുന്നിട്ട് ഇവർ ഓടി രക്ഷപ്പെടും, വീണ്ടും മൈക്കിൾ മയേഴ്സ് ഇവരുടെ പിന്നാലെ പോകും. സോ ഇംഗ്ലീഷ് സിനിമയിൽ വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ലീഷേ സാധനമാണത്. ആ ഒരു സാധനം ചിലപ്പോൾ ചില സീൻസിൽ നിങ്ങൾക്ക് തോന്നിയേക്കാം, എനിക്കത് തോന്നി, നിങ്ങൾക്കും ചിലപ്പോൾ തോന്നിയേക്കാം. അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് വേണ്ടാന്ന് വെച്ചാൽ ഒരു 1 മണിക്കൂർ 20 മിനിറ്റ് അത്രയേ ഉള്ളൂ. ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ 20 മിനിറ്റ് കഷ്ടിച്ചൊരു കുട്ടീനെ നമുക്ക് സിംപിളി ഒന്ന് ത്രില്ലടിപ്പിക്കാം. കാരണം ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 3 മണിക്കൂർ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കും. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ മറക്കുന്നൊരു സാധനമല്ല, അതിനെക്കുറിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം സംസാരിക്കാൻ പറ്റണം. ഓക്കെ, സോ ഈ ഒരു സിനിമ നിങ്ങളെ എങ്ങനെ പോയാലും ഒരു 3 മണിക്കൂർ സംസാരിപ്പിക്കും എന്നെനിക്ക് തോന്നുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാം, ഞാനൊരു സിനിമ റിവ്യൂ ചെയ്യുന്ന ആളൊന്നുമല്ല, പക്ഷേ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ മെൻഷൻ ചെയ്യാറുണ്ട്. അതായത് നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളായിക്കോട്ടെ, നിങ്ങൾ കാണുന്ന സിനിമകളായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൂടാ. അതുകൊണ്ട് മാത്രമാണ് ഒരുപാട് സിനിമകൾ നിങ്ങൾക്കറിയാം, പലപ്പോഴും ഞാൻ പല വീഡിയോസിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്, മിക്ക സിനിമകളും ആദ്യത്തെ ഒരു 3 ദിവസത്തിനുള്ളിൽ കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഇപ്പോൾ കാണാൻ വേണ്ടി ഞാൻ 2 സിനിമകൾ ബുക്ക് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ സിനിമകളും ഞാൻ അങ്ങനെ പറയാറില്ല, പറയാൻ എനിക്കിഷ്ടമാണ്. ഞാൻ ഫ്രണ്ട് സർക്കിളിൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ഒരാളാണ്, ടെക്നിക്കലി അല്ല കേട്ടോ. കാരണം അതിൻ്റെ ഡയറക്ഷൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ പറയാറില്ല. കാരണം അത് ഓരോരുത്തരുടെ സ്റ്റൈലാണ്, നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ എൻജോയ് ചെയ്യാം. പക്ഷേ എനിക്ക് പറയാൻ തോന്നുന്ന ചില വിഷയങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു 220 രൂപ ചിലവാക്കിയ ഒരു സിനിമ കാണുമ്പോൾ പരിതാപകരം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എണീറ്റ് പോരുന്ന ചില സാഹചര്യങ്ങളുണ്ടല്ലോ. അത്തരം സാഹചര്യങ്ങളൊക്കെ ചില സിനിമകൾ എനിക്ക് പൊളിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാനത് പറയുന്നത് ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളെ 220ഉം വേറൊരാൾ അതിനു വേണ്ടി ചിലവാക്കുന്ന 20 കോടിയും വെച്ച് നോക്കുമ്പോൾ 220 തന്നെയാണ് വലുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം 20 കോടി ചിലവാക്കുന്നവന് എങ്ങനെയായാലും റിട്ടേൺസ് ഉണ്ട്. 220 ഉറുപ്പിക കൊടുക്കുന്നത് നമുക്ക് എന്താണ് റിട്ടേൺസ്? കുറേ നേരം ഇറിറ്റേറ്റഡ് ആയിട്ട് ഒരു 2.5 മണിക്കൂർ ഇരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് ചില സിനിമകൾ ഇപ്പം സോ കോൾഡ് പ്രമുഖ റിവ്യൂവേഴ്സ് തകർക്കുന്നതിനോട് എനിക്ക് അങ്ങനെ എതിർപ്പൊന്നുമില്ല. പക്ഷെ ചില സിനിമകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു സിനിമയാണ് മാരുവില്യൻ ഗോപുരങ്ങൾ. ഒരു 10 പേര് മാത്രമേ ആ സിനിമ കാണുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ റിവ്യൂ ഞാൻ കണ്ടു കേട്ടോ. അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു സിനിമയല്ല അത്, അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു സിനിമയല്ല. സീരിയസ്ലി ഞാൻ പറയാം, ആ സിനിമ എൻജോയ് ചെയ്യേണ്ട ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഞാൻ പറയുന്നതായിരിക്കാം. ഇനി നിങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്യാത്ത ആളായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ഞാൻ സിനിമ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സിനിമ തുടക്കം മുതൽ അവസാനം വരെ എനിക്ക് കിട്ടിയൊരു സാധനം എങ്ങനെ ഒരാൾക്ക് ഡയറക്ഷനിലേക്ക് എത്താം എന്ന് പറയുന്ന ഒരു ഗൈഡായിട്ടാണ്. സീരിയസ്ലി മാൻ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമം തോന്നുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കണ്ടിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കാം. ആ സിനിമയിൽ ഇന്ദ്രജിത്ത് ഒരു പ്രത്യേക ഷോയുടെ ഭാഗമായിരുന്നു. അതിനുശേഷമാണ് സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്നത്. പക്ഷേ ആ ലൈഫിൽ എപ്പോഴോ വെച്ചിട്ട് ഇന്ദ്രജിത്ത് തിരിച്ചറിയുന്നുണ്ട്, ഇന്ദ്രജിത്തിൻ്റെ ക്യാരക്ടർ തിരിച്ചറിയുന്നുണ്ട്, ആ ഒരു ഷോ കാരണമാണ് സിനിമയിലേക്ക് ഇന്ദ്രജിത്തിന് എത്താൻ സാധിക്കാത്തതെന്ന്. പലപ്പോഴും ഞാൻ ബേപ്പൂർ സുൽത്താനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. കാരണം എൻ്റെ ലൈഫ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പല മൊമെൻറ്റ്സും ഞാൻ ബേപ്പൂർ സുൽത്താന് വേണ്ടി കോംപ്രമൈസ് ചെയ്യാറുണ്ട്. ഇപ്പം പോലും ബേപ്പൂർ സുൽത്താൻ്റെ വീഡിയോ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി സമയം മാത്രമേ ഒരു സ്ക്രിപ്റ്റ് എഴുതാനോ അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനോ ഞാൻ എടുക്കാറുള്ളൂ. ഈവൻ സമൂസ കഥ പോലും ഇത്രയും ഡിലേ ആവാനുള്ള കാരണം ബേപ്പൂർ സുൽത്താന് വേണ്ടി ഞാൻ ഒരാഴ്ച ചിലവാക്കുന്നത് ഒരു 4 ദിവസമാണെങ്കിൽ 3 ദിവസം മാത്രമാണ് ഞാൻ സമൂസ കഥയ്ക്ക് വേണ്ടി ചിലവാക്കുന്നത്. ആ 3 ദിവസം ഇത്രയും വലിയൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ, ഇത്രയും വലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവതാർ പോലെ ഒരു പ്രോജക്റ്റ് ഒന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട. ഒരു സാധാരണ, അതായത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വെബ് സീരീസിനേക്കാളും ഏറ്റവും വെബ് സീരീസ് ഒന്നും അതിന് വിളിക്കാനേ പാടില്ല. അതൊരു സാധാരണ എൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ, ചുമ്മാ നമ്മളുടെ തന്നെ കുട്ടി ക്യാമറയിൽ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തൊരു സാധനം, അത്ര എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇറങ്ങുമ്പോൾ പോലും ബേപ്പൂർ സുൽത്താൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. സോ നാളെ ഞാൻ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്ന ഈ ഒരു സാധനം മാറ്റി വെക്കണം എന്നുള്ള ഒരു ലെസണാണ് ശരിക്കും എനിക്ക് മാരവിൽ ഗോപുരങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയത്. ഓരോരുത്തർക്കും ഓരോ പോലെയാണല്ലോ, പോയിന്റ് ഓഫ് വ്യൂ ഡിഫറെൻ്റ് ആകുമ്പം നമ്മളുടെ സിനിമ ഡിഫറെൻ്റ് ആയിരിക്കും. സോ
മാരിവില്ലൻ ഗോപുരങ്ങൾ റിവ്യൂ ചെയ്ത ആളുകൾ മോശമായിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. അത്രത്തോളം മോശമായി പറയേണ്ടിയിരുന്നില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടിയ ഒരു സിനിമയല്ല അത്. സോ അതും പറ്റിയാൽ കാണാൻ പറ്റുന്നവർ കാണുക. എന്നെ സംബന്ധിച്ചിട്ട് ഇനി എന്നെ ബാധിക്കുന്ന, എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്ന സമയത്ത് ഒരു 10-12 പേര് കുറേ കാലത്തിന് ശേഷം ബേപ്പൂർ സുൽത്താൻ വീഡിയോ കാണുന്നു എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതൊരിക്കലും ബേപ്പൂർ സുൽത്താൻ്റെ വീഡിയോ മോശമായതുകൊണ്ടല്ല. അവർക്ക് ഈ ഡാർക്ക് കണ്ടന്റ് മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടാവും, അതേപോലെ തന്നെ അവർക്കും ഉണ്ടാവും. സോ അത്തരം ആളുകൾക്കും കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു ലോലഹൃദയർക്ക് വേണ്ടിയുള്ള വീഡിയോ ചെയ്യുന്നത്. സോ മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമ കാണാൻ പറ്റുന്നവർ കാണുക. എനിക്ക് ഇതിനോട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. മാരിവില്ലൻ ഗോപുരങ്ങൾ ഇപ്പോൾ തിയേറ്ററിൽ കളിക്കുന്നുണ്ടോ എന്നുള്ളത് പോലെ എനിക്കറിയില്ല. ഇനി അഥവാ എപ്പോഴെങ്കിലും നിങ്ങൾ OTT-യിൽ കാണുകയാണെങ്കിൽ, നിങ്ങളൊരു സിനിമ സ്നേഹിയാണെങ്കിൽ, സിനിമയിലേക്ക് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് സാധനങ്ങൾ അതിൽ നിന്നും കിട്ടും എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു. സോ കണ്ടതിന് ശേഷം അഭിപ്രായം പറയാം.